ദൈവത്തിന് എത്തിപ്പെടുവാൻ കഴിയാത്ത പരിധിക്കപ്പുറം ഇന്നേ വരെ ആരും എത്തിയിട്ടില്ല. ഈ സത്യം ബൈബിളിൽ ഉടനീളം പ്രതിധ്വനിക്കുന്നുണ്ട്. നഷ്ടപ്പെട്ടവരും തകർന്നവരും ലജ്ജിക്കപ്പെട്ടവരായി തീർന്നവരും അടുക്കുവാൻ കഴിയാതെ വണ്ണം അകലെയാണെന്ന് തോന്നുന്നവരുമായ ആളുകളെ പിന്തുടരുകയും പുനഃസ്ഥാപിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് ബൈബിൾ നമുക്ക് കാണിച്ചു തരുന്നത്. ദൈവം മോശയെ വിളിച്ചപ്പോൾ അവനൊരു ഒളിച്ചോട്ടക്കാരനും കൊലപാതകിയുമായിരുന്നു. വളരെ ലജ്ജയോടുകൂടി ഈജിപ്തിൽ നിന്ന് ഓടിപ്പോയി 40 വർഷം മരുഭൂമിയിൽ ഒളിച്ചിരുന്നു. എന്നിട്ടും ദൈവം മോശയെ കത്തുന്ന മുൾപടർപ്പിൽ കണ്ടുമുട്ടി. ഇസ്രായേലിനെ നയിക്കാൻ അങ്ങനെ മോശയെ തിരഞ്ഞെടുത്തു. നമ്മുടെ മോശപ്പെട്ട ഭൂതകാലം ദൈവത്തിൻ്റെ ഉദ്ദേശ്യത്തെ നശിപ്പിക്കുന്നില്ല. നമുക്ക് പരാജയമായിരുന്നത് ദൈവത്തിൻ്റെ കൈകളിലെ ഒരുക്കമായി മാറുന്നു. ദൈവവിളിയുടെ എതിർദിശയിലേക്ക് ഓടിപ്പോയ വ്യക്തിയായിരുന്നു യോന. എന്നിട്ടും ദൈവം യോനായെ പിന്തുടർന്നു. മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നുള്ള യോനായുടെ പ്രാർത്ഥന ദൈവം കേട്ട് മറ്റൊരു അവസരം യോനായ്ക്ക് നൽകുകയുണ്ടായി. നമുക്ക് ഓടാൻ കഴിയും, പക്ഷേ ദൈവത്തിൻ്റെ കരുണയെ മറികടക്കാൻ കഴിയുകയില്ല. 7 ഭൂതങ്ങൾക്ക് അടിമപ്പെട്ടിരുന്ന ഒരു പഴയ ചരിത്രം മഗ്ദലക്കാരത്തി മറിയയ്ക്കുണ്ടായിരുന്നു. എന്നിട്ടും അവൾ യേശുവിൻ്റെ ഏറ്റവും ഭക്തിയുള്ള അനുയായികളിൽ ഒരാളായി മാറി. യേശു കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ആദ്യ സാക്ഷിയുമായി. ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും കൃപയും എത്തിച്ചേരാതെ വണ്ണം നമ്മുടെ ആരുടെയും ജീവിതം ഇതുവരെയും അകന്നു പോയിട്ടില്ല. നമ്മെ രക്ഷിക്കുവാൻ, നമ്മെ പുനഃസ്ഥാപിക്കുവാൻ, നമുക്കൊരു മടങ്ങി വരവ് നൽകാൻ, ദൈവരാജ്യത്തിൻ്റെ വൻ പദ്ധതിക്കായി നമ്മെ ഒരുക്കിയെടുക്കുവാൻ ഏതറ്റം വരെയും ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും കൃപയും പോയിരിക്കും. നമുക്ക് തെറ്റ് സംഭവിച്ചിട്ടുണ്ടാകാം, ദൈവത്തെ നാം സംശയിച്ചിട്ടുണ്ടാകാം, മ്ലേച്ഛമായ പല പ്രവൃത്തികളും ചെയ്തിട്ടുണ്ടാകാം. എന്നാൽ ഇതൊന്നും തന്നെ ദൈവത്തോട് അടുക്കുന്നതിൽ നിന്നും നമ്മെ തടസ്സപ്പെടുത്തുന്നില്ല. പാപം ഏറ്റുപറഞ്ഞ് ദൈവമുഖത്തേക്ക് നോക്കുന്ന പക്ഷം ദൈവിക കരുണയും കൃപയും നമ്മിലേക്ക് ഒഴുകുക തന്നെ ചെയ്യും. Have a blessed day.